ഇന്നൊരു അടിപൊളി ചമ്മന്തിയുടെ വീഡിയോ ആയാലോ. അപ്പോൾ തേങ്ങയും മാങ്ങയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളി ചമ്മന്തി ആക്കിയാലോ. ഈ മാങ്ങക്ക് ആവശ്യത്തിലധികം പുളിയുള്ളതുകൊണ്ട് തന്നെ ഒരു പിടി കാന്താരി എടുത്തിട്ടുണ്ട്. പോരാത്തിന് 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരിയും പിന്നെ മാങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് പീസൊക്കെ ഉണ്ട് കേട്ടോ. അതിന് തേങ്ങ ഇട്ടിട്ട് അരക്കുമ്പോൾ സെറ്റായിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ അരച്ചെടുക്കുക. ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ മാങ്ങക്ക് നല്ല പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ എരിവ് കുറച്ച് കുറവായിരുന്നു. ഞാൻ വീണ്ടും കുറച്ച് കാന്താരിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു സ്പെഷ്യൽ ഐഡിയ ആണ് കേട്ടോ. വേറെ നല്ല കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ചമ്മന്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.